ഈ അല്ലു അർജുന് ഉപദേശം നൽകുന്ന ആരാണെങ്കിലും ഇത്തരം മണ്ടൻ ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോഴാണ് തെലങ്കാന പോലീസ് ഈ 10 മിനിറ്റ് വീഡിയോ എടുത്ത് പുറത്തുവിടുന്നത്. അദ്ദേഹത്തിന് ഒരു വളരെ വലിയൊരു താരമാണ്, അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. ഐക്കണിക് സ്റ്റാറൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ താരമൂല്യം ഇടിഞ്ഞു പോകും. ആളുകൾ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലു അർജുൻ എന്നല്ല ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചേട്ടാ, ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്ത് വളരെ വലിയൊരു വാണിജ്യ വിജയം നേടിയ സിനിമയാണ് പുഷ്പ 2. അതിന് പിന്നാലെ അതിൻ്റെ റിലീസിംഗ് സമയത്തുണ്ടായ വിവാദങ്ങൾ അതിലെ നായകനായ അല്ലു അർജുനെ വളരെ ഭീകരമായി തന്നെ ബാധിച്ചു. അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നു. പിന്നാലെ ഒരു രാഷ്ട്രീയ തർക്കമായി തന്നെ പുഷ്പ 2-ൻ്റെ ഇടയുണ്ടായ ഇൻസിഡൻറ്റുകൾ മാറി. അതുതന്നെയാണ് നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അല്ലു അർജുൻ്റെ വീടിന് നേരെ കല്ലേറുണ്ടാകുന്നു, വീടിന് ചുറ്റും വെള്ള കർട്ടൻ ഉപയോഗിച്ച് മറക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. 2 മണിക്കൂറാണ് അദ്ദേഹത്തെ ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൈദരാബാദ് ചോദ്യം ചെയ്തത്. DCPയും ACPയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ 10 മിനിറ്റ് വരുന്ന ഒരു ദൃശ്യം നേരത്തെ അത് ഹൈദരാബാദ് പോലീസ് പുറത്തുവിട്ടതാണ്. അതായത് അദ്ദേഹം തിയേറ്ററിൽ തുടരുന്നതും ഈ മരണശേഷം, അതായത് ഈ സ്ത്രീ മരിച്ചു എന്ന് അറിഞ്ഞ ശേഷവും പിന്നെ അല്ലു അർജുൻ തിയേറ്ററിൽ തുടരുന്നതും തിരിച്ചിറങ്ങി ഈ വീണ്ടും ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ദൃശ്യം വെച്ചുകൊണ്ട് ഇന്ന് പിന്നെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മറുപടി ഒട്ടും തൃപ്തി തരുന്നതല്ല എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. അദ്ദേഹം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല, മൗനമായി ഇരിക്കുകയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഭിഷേക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതിഷേധം കനക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കളെ ഇന്ന് രാവിലെ ഇന്നലെ ഓടുകൂടി ആ വീട്ടിൽ നിന്നും, ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നും രഹസ്യ കേന്ദ്രത്തിലേക്ക് കുടുംബത്തെ മാറ്റുകയുണ്ടായി. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ഒരു വെള്ള കർട്ടൻ ഉപയോഗിച്ച് മറച്ചു കഴിഞ്ഞു, പൂർണ്ണമായും ആ വീട് മറച്ചു കഴിഞ്ഞു. വീടിന് മുന്നിൽ ഹൈദരാബാദ് പോലീസിൻ്റെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ദിവസങ്ങളായി തുടങ്ങിയ വിഷയമാണ്. ഇത് ആദ്യം തുടങ്ങുന്നത് അറിയാമല്ലോ, പവൻ കല്യാണുമായിട്ടൊക്കെ തുടങ്ങിയ പ്രശ്നമാണ്. രാംചരണുമായിട്ടും പവൻ കല്യാണുമായിട്ടൊക്കെ തുടങ്ങിയ പ്രശ്നമാണ്. രാംചരണിൻ്റെ ചിത്രം ഗെയിം ചേഞ്ചർ, ആ ചിത്രത്തിനെതിരെ അല്ലു അർജുൻ്റെ ഫാൻസ് ഗ്രൂപ്പായിട്ടുള്ള അല്ലു ആർമി പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അധിക്ഷേപം ആ ചിത്രത്തിനെതിരെ വ്യാപകമായിട്ടുണ്ടായി എന്നതാണ് പരാതി. ഇത് ഈ ചിരഞ്ജീവിയുടെ മെഗാ കുടുംബം, ഇവരുടെ എല്ലാം ബന്ധുക്കളാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധുക്കളാണ്. ഈ മെഗാ കുടുംബത്തിന് അകത്ത് കിടക്കുന്ന അടി ഇത് കുറേ കാലമായിട്ട് വാർത്തയായിട്ടുള്ളതാണ്. കുറേ കാലമായിട്ട് ഇത്, പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ ഇതൊരു ഗോസിപ്പായിട്ടാണ് വന്നത്. രാംചരണുമായിട്ടും അല്ലു അർജുന് ഈഗോ ക്ലാഷാണ്, പിന്നെ പവൻ കല്യാണുമായിട്ടും പിന്നെ ഈഗോ ക്ലാഷ് ഉണ്ട് എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള കഥകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് പുറത്തേക്ക് വരുന്നത് ആന്ധ്ര തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്. പവൻ കല്യാൺ മത്സരിക്കുന്നു, അതേസമയം പിന്നെ ഈ രവികിഷോർ റെഡ്ഡിക്ക് വേണ്ടി ആണ് അല്ലു അർജുൻ പ്രചാരണത്തിന് പോയത്. സ്വന്തം കുടുംബാംഗമായിട്ടുള്ള പവൻ കല്യാൺ മത്സരിക്കാൻ ഇറങ്ങിയിട്ടും അല്ലു അർജുൻ പിന്നെ രവികിഷോർ റെഡ്ഡിയുടെ പിന്നെ എതിർഭാഗത്തെ രവികിഷോർ തന്നെ പവൻ കല്യാണിന് അല്ലു അർജുനോടൊരു വിരോധമുണ്ട്, അതിഭയങ്കരമായ വിരോധമുണ്ട്. അന്ന് തന്നെ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും അല്ലു അർജുനെതിരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലു അർജുൻ ഇവർക്ക് ഒരു ഈ മെഗാ ഫാമിലിയിലെ പ്രശ്നങ്ങൾ അത് 1-2 പ്രശ്നങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയാണ്. ആ പവർ ഉപയോഗിച്ച് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് രേവന്ത് റെഡ്ഡിയെ വെച്ച് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കഥ. മാത്രമല്ല ഈ പുഷ്പ 2-ൻ്റെ റിലീസിന് മുമ്പ് പുഷ്പ 2-ൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രേവന്ത് റെഡ്ഡിയുടെ പേര് അല്ലു അർജുൻ പറഞ്ഞില്ല.
എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കവേ രേവന്ത് റെഡ്ഡിയുടെ പേരെത്തിയപ്പോൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പേര് തപ്പിത്തടയുന്നതായി അല്ലു അർജുൻ കാണിച്ചു. അപ്പോൾ ചുറ്റുമുള്ളവരാണ് രേവന്ത് റെഡ്ഡി എന്നുള്ള പേര് അല്ലു അർജുന് പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു വീഡിയോ ആയി വൈറലായി, അതൊരു തമാശ വീഡിയോ ആയി, ട്രോളായി, രേവന്തിനെ അപമാനിക്കുന്ന രീതിയിൽ വ്യാപകമായി പ്രചരിച്ചു. അത് രേവന്ത് റെഡ്ഡിയോടുള്ള അല്ലു അർജുൻ്റെ വിയോജിപ്പ് അത് അവിടെ തെളിഞ്ഞു കാണാൻ സാധിക്കുമായിരുന്നു. ആ വാർത്താ സമ്മേളനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന സാധനമാണ്. ഇതെല്ലാം തന്നെ പകയായി മാറിയിരിക്കുകയാണ്. ഒരവസരം കിട്ടിയപ്പോൾ അല്ലു അർജുനെ കാര്യമായി അങ്ങ് കൈകാര്യം ചെയ്യുകയാണ്. അതിനിടയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. വലിയ മണ്ടത്തരം അദ്ദേഹം കാണിച്ചു. അദ്ദേഹം അഭിഭാഷകൻ പറയുന്നത് കേട്ടിട്ട് താൻ അങ്ങനെ ചെയ്തിട്ടില്ല, തിയേറ്ററിൽ ഏതാനും നിമിഷം മാത്രമാണ് തുടർന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞു. വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോഴാണ് തെലങ്കാന പോലീസ് ഈ 10 മിനിറ്റ് വീഡിയോ എടുത്ത് പുറത്തുവിടുന്നത്. അദ്ദേഹത്തിനെ ഒരു വളരെ വലിയൊരു താരമാണ്. അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ഇതൊരു ഡിജിറ്റൽ യുഗമാണ്. എന്തിനും ദൃശ്യമുണ്ട്, എന്തിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലൊക്കെ ക്യാമറ ഇല്ലാത്തൊരു സ്ഥലങ്ങളില്ല. അവർക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇതിൻ്റെ മെമ്മറി കാർഡ് പിടിച്ചെടുക്കും. ഈ എല്ലാവരുടെയും കൈകളിൽ മൊബൈൽ ഫോണും ക്യാമറയൊക്കെ ഉള്ള ഈ യുഗത്തിൽ അവരിൽ നിന്ന് മറച്ചു വെക്കുക എന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. അല്ലു അർജുന് മനസ്സിലാക്കാതിരിക്കുന്നത് എന്നുള്ളത് ഭയങ്കര മണ്ടത്തരമാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിനോടുള്ള ചോദ്യം ചെയ്യലിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, എന്തിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നാണ്. അതായത് പോലീസിൻ്റെ ചോദ്യമാണ്. ചിക്കട്പള്ളി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഹൈദരാബാദ് പോലീസ് ചോദിച്ച ഒരു ചോദ്യങ്ങളിലൊന്ന് ഇതാണ്, എന്തിന് പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ ചോദിച്ചു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, NDTV അടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിന് തിയേറ്ററിൽ തുടർന്നു? സ്ത്രീയുടെ മരണം എപ്പോഴാണ്, പുറത്തൊരു മരണം ഒരു മരണം അറിഞ്ഞു, അതെപ്പോഴാണ് അറിഞ്ഞത്? അതിനുശേഷവും എന്തുകൊണ്ട് തിയേറ്ററിൽ തുടർന്നു? പുറത്തെത്തിയ താങ്കൾ എന്തിന് പിന്നീട് വീണ്ടും ആരാധകരെ കൂട്ടാനുള്ള ശ്രമം നടത്തുകയുണ്ടായി? താങ്കൾ എന്തുകൊണ്ട് അനുമതി നിഷേധിച്ചിട്ടും സന്ധ്യ തിയേറ്ററിലേക്ക് എത്തി? തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, തെളിവോടുകൂടിയാണ് പോലീസ് സംസാരിക്കുന്നത്. തെളിവോടുകൂടി പോലീസ് സംസാരിക്കുകയാണ്. ഇത് ചെറിയ കേസാണ്, തേഞ്ഞുമാഞ്ഞു പോകാവുന്ന കേസാണ്. നേരത്തെ ഈ പവൻ കല്യാൺ മത്സരിക്കുന്ന സമയത്ത് രവികിഷോർ റെഡ്ഡിയുടെ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ പങ്കെടുക്കുകയും വലിയ ആൾക്കൂട്ടം ഉണ്ടാവുകയും അന്നും അല്ലു അർജുനെതിരെ ഈ ആൾക്കൂട്ടം ഉണ്ടാക്കിയതിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. അത് പിന്നീട് ആന്ധ്ര ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. പിന്നീട് അത് ആന്ധ്ര ഹൈക്കോടതി വെറുതെ വിട്ടു, കേസ് തള്ളിക്കളഞ്ഞു. അന്നും ഇതുപോലെ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ ശത്രുവായിരിക്കെ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കുകയും പിന്നീട് ആ മണ്ടത്തരങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും വീണു പോകും. നമുക്കിവിടുത്തെ ദിലീപിൻ്റെ കേസ് അറിയാമല്ലോ. ദിലീപ് അധികാര കേന്ദ്രങ്ങളിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കെ അധികാര കേന്ദ്രങ്ങളുമായിട്ടോ പോലീസുമായിട്ടോ യാതൊരു ബന്ധവും സൂക്ഷിക്കാതെ ചെന്ന് കയറിക്കൊടുത്തപ്പോഴാണ് പണി വാങ്ങിക്കൂട്ടിയത്. അതുപോലെ ഈ അല്ലു അർജുന് ഉപദേശം നൽകുന്ന ആരാണെങ്കിലും ഇത്തരം മണ്ടൻ ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഇപ്പോൾ കുറേ കാലത്തേക്ക് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഐക്കണിക് സ്റ്റാറൊക്കെ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ താരമൂല്യം ഇടിഞ്ഞു പോകും. തീർച്ചയായും ആളുകൾ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലു അർജുനൊന്നല്ല ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു താരത്തിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, മുഖം കുത്തി താഴെ വീഴും. ഇപ്പം ഈ രാംചരനും പവൻ കല്യാണിനും ഒക്കെ ഉള്ള ആരാധക വൃന്ദം അല്ലല്ലോ അല്ലുവിനുള്ളത്. അല്ലു അർജുന് ഉള്ളത് അങ്ങനെ ചെറിയൊരു ആരാധക വൃന്ദമല്ല, പാൻ ഇന്ത്യൻ താരമാണ്, ഒരു പാൻ ഇന്ത്യൻ താരമാണ്. അതൊക്കെയാണ് ഈഗോ ക്ലാഷ് ഉണ്ടാവാൻ വേറൊന്നും വേണ്ടെന്നേ. ഒരു മെഗാ കുടുംബത്തിൽ അടിയുണ്ടാകാൻ വേറൊന്നും വേണ്ട. ഇവിടെ ഒരു 3-4 സൂപ്പർ താരങ്ങളുടെ ആവശ്യമുള്ളൂ. ഒരു കുടുംബത്തിൽ, ഒരു വലിയ കുടുംബത്തിൽ 3-4 സൂപ്പർ താരങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. 3-4 സൂപ്പർ താരങ്ങളെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഈഗോ ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമുട്ടൽ. അധികാരം കൂടി കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അധികാരം കൂടി കയ്യിലുണ്ട്. ആ 2 സംസ്ഥാനത്തായി നീണ്ടു കിടക്കുകയാണ് അധികാരം. ഇത് ആന്ധ്ര തെലങ്കാന പൊളിറ്റിക്സ് ആണ്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആന്ധ്ര തെലങ്കാന പൊളിറ്റിക്സ് ആണ്. പോലീസ് അതിൽ ഒരു ചട്ടുവുമായിട്ട് മാറുന്നതേ ഉള്ളൂ.
ഇതിലിപ്പോൾ ഈ അധികാരം മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ്റെ ഫാമിലി അധികാരം മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്, ഞങ്ങൾക്കിനി എന്ത് പറയാനാണ്, അവരല്ലേ ചെയ്യുന്നത്, പോലീസല്ലേ ചെയ്യുന്നത്, അവർ ചെയ്യുമെന്നാണ്, അവർ സത്യസന്ധമായി ചെയ്യുമെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. നേരത്തെ ആദ്യഘട്ടത്തിലൊക്കെ അവർ പോലീസിനെയൊക്കെ വെല്ലുവിളിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയ പകയാണ്, പകവീട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, തെലങ്കാന പോലീസിൻ്റെ പകവീട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാന പോലീസ് എന്ന് പറയുമ്പോൾ ആരിലേക്കാണ് പോകുന്നത്? രേവന്ത് റെഡ്ഡിയിലേക്കാണ് പോകുന്നത്. അതുമാത്രമല്ല, ഈ ഇദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ച പ്രതികൾ അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കുകയും സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും അവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു. 6 പേര്. ഈ 6 പേരും രേവന്ത് റെഡ്ഡിയുമായി നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇവർ 6 പേര് നിൽക്കുന്നത് രേവന്ത് റെഡ്ഡിക്കൊപ്പമാണ്. രേവന്ത് റെഡ്ഡിയുടെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുയായികളാണ്, ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ ഉള്ളവർ തന്നെയാണ്. ഈ വൃത്തങ്ങളിലുള്ളവർ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അതായത് അല്ലു അർജുൻ അവിടുന്ന് താമസം ഒഴിഞ്ഞ് സ്ഥലം വിടുക എന്നുള്ളത് മാത്രമാണ് രേവന്ത് റെഡ്ഡിയോട് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ മാനേജർ, അല്ലു അർജുൻ്റെ സുരക്ഷാ മാനേജർ ആൻ്റണി ജോണിനെ ഇപ്പോൾ അവർ കസ്റ്റഡിയിലെടുത്തു. തെലങ്കാന പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ. അദ്ദേഹം ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. അത് കസ്റ്റഡിയിൽ എടുക്കാനുള്ള കാരണം, ആരാധകരെ അല്ലു അർജുൻ വന്നപ്പോൾ സന്ധ്യ തിയേറ്ററിൽ ആരാധകരെ തല്ലി എന്നതാണ് അതിൻ്റെ കാരണമായി തെലങ്കാന പോലീസ് പറഞ്ഞിരിക്കുന്നത്. അത് FIR ഇപ്പോൾ രേഖപ്പെടുത്തും. FIR ഇട്ട് മിക്കവാറും അത് റിമാൻഡിൽ പോകേണ്ടി വരും ആൻ്റണി ജോണിന്. അങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ യുദ്ധത്തിലേക്ക് പുഷ്പ 2 പൊക്കോണ്ടിരിക്കുകയാണ്. പടം തിയേറ്ററിൽ നിന്ന് പോയെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരിക്കലും പോകുന്നില്ല. ഇത് ദീർഘകാലം നീണ്ടുപോകും. നിയമ നടപടികൾ ദീർഘകാലം നീണ്ടുപോകും. രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ പകയുള്ള മനുഷ്യനാണ് രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡി അങ്ങനൊന്നും വിടുന്ന ആളല്ല. ചന്ദ്രബാബു നായിഡുവിൻ്റെ ശിഷ്യനാണല്ലോ. അങ്ങനെയൊന്നും അവിടം കൊണ്ടൊന്നും വിടുന്ന ഒരാളല്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, രാംചരണുണ്ട്, ഇപ്പുറത്ത് പവൻ കല്യാണമുണ്ട്. രാംചന്ദ്രൻ്റെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന പടത്തെ മാക്സിമം അടിച്ച് താഴെയിട്ടത് അല്ലു ആണെന്നും അല്ലു മാക്സിമം അത് ചെയ്തിട്ടുണ്ടെന്നും ആണ് അവിടെ പ്രചരിക്കുന്ന കഥ. തിരിച്ച് അല്ലു അർജുൻ ആർമിയും അതേ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇവരുടെ ഫാൻസ് ഗ്രൂപ്പ് തമ്മിലടിയാണ്, രൂക്ഷമായ തമ്മിലടിയാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തുടരുകയാണ്. ഇവിടുത്തെ പോലെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക മാത്രമല്ല, അവിടെ റോഡിലുള്ള കയ്യേറ്റമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ നട റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയുടെ രീതി അവിടെയുണ്ട്. എന്തായാലും അത് ദീർഘകാലം തുടരും. എന്തായാലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അല്ലു അർജുനെ പോലും രക്ഷയില്ലാതായിരിക്കുന്നു. പുഷ്പ 2 തിയേറ്ററിൽ നിന്ന് പതിയെ പോയെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തെത്തിയേക്കും.